എന്നും എപ്പോഴും നമ്മുടെ ബബിളിക്കുട്ടനും പീക്കിരിക്കുട്ടനും അടി കൂടണമെന്നല്ലേ എല്ലാവരും കാണുക. ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടി കൂടൽ പതിവാണ് കേട്ടോ. അതിനെ കളിക്കുകയാണ് കേട്ടോ സത്യത്തിൽ അവർ. ഞാനങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ അമ്മാവൻ, മേമ, ബൊമ്മി മേമ, ബബിളിക്കുട്ടൻ അമ്മാവനാണ്, പീക്കിരിക്കുട്ടൻ മരുമകനാണ് എന്നൊക്കെ പറയുന്നത് ഞാനൊരു ഫണ്ണായിട്ട് പറയണതാണ് കേട്ടോ. സത്യത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും പൂച്ചകൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ നമുക്കതൊക്കെ അറിയാലോ. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല കേട്ടോ. ഊണ് കഴിഞ്ഞ് നല്ല കുട്ടികളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാ അപ്പുറത്തുനിന്ന് കിളികളുടെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ പീക്കിരിക്കുട്ടൻ കുഞ്ഞു കിളികളാട്ടോ ആ കിളികളെ പിടിക്കാൻ പോവുകയാണ്. പക്ഷെ അവന് പുറത്ത് കിടക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഗ്രില്ലിൻ്റെ ഡോർ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ച നേരമാണ് കേട്ടോ. അപ്പോൾ ഈ ഉച്ച നേരത്തൊക്കെ അതേനേം കിടന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടായില്ലോ, ചൂടായി കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ പുറത്തേക്ക് പോകാനും ഇഷ്ടമില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ തണുപ്പുള്ള സ്ഥലം നോക്കി കിടക്കലാണ് പണി കേട്ടോ. അപ്പോൾ ഇതാ പീക്കിരിക്കുട്ടനും ബബിളിക്കുട്ടനും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ കുറിഞ്ഞി ഇതാ ഹാളിൽ ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കുറിഞ്ഞി ഇവിടെ ഉണ്ട്, നമ്മുടെ ബൊമ്മിക്കുട്ടി ഇതാ കിടക്കണം കേട്ടോ. ഇവർ രണ്ടുപേരും എപ്പോഴും ഏകദേശം ഒപ്പായിരിക്കും കേട്ടോ. അമ്മയും മകളാണ് കേട്ടോ കുറിഞ്ഞി ബൊമ്മിക്കുട്ടിയും. അപ്പോൾ ഇതാ നമ്മുടെ ചമ്പിക്കുട്ടീനെ കാണട്ടെ. ചമ്പിക്കുട്ടി എപ്പോഴും സിറ്റ് ഔട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികളൊക്കെ രാത്രി പുറത്ത് വിടുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി പുറത്തൊന്നും വിടില്ല. അപ്പോൾ രാത്രി ഒരു ദിവസം ഞാൻ ഇവരെയൊക്കെ അടച്ചിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ ചമ്പിക്കുട്ടി ഉണ്ടായിരുന്നില്ല. ചമ്പിക്കുട്ടി ഇതാ കട്ടിലിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ. ചൂടല്ലേ, തണുപ്പ് തേടി വന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഫുഡും കുറുമ്പും കുസൃതിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.